കേരളത്തെ നടുക്കിയ ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഷാരോൺ വധക്കേസിൽ നിർണായകമായ വിധി ഇന്നാണ്. കേരളം ഉറ്റുനോക്കുകയാണ് എന്തായിരിക്കും വിധിയെന്ന്. കളനാശിനി കലർത്തി കഷായം കുടിപ്പിച്ച ക്രൂരമായ കൊലപാതകം ഷാരോൺ വധക്കേസിൽ വിധി വരുമ്പോൾ ഗ്രീഷ്മയുടെ വിധി എന്തായിരിക്കും എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ആൺ സുഹൃത്തായ ഷാരോൺ രാജിനെ കളനാശിനി കലർത്തി കഷായം കുടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ നിർണായകമായ വിധി, അതായത് ഗ്രീഷ്മ ഉൾപ്പെടെയുള്ളവരുടെ ശിക്ഷ വെള്ളിയാഴ്ച തിരുവനന്തപുരം നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വിധിക്കുകയാണ്. പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും അന്തിമവാദം പൂർത്തിയായ സാഹചര്യത്തിലാണ് വിധി പറയുന്നത്. ഏതായാലും നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് ജഡ്ജി AM ബഷീറാണ് ശിക്ഷ വിധിക്കുന്നത്. ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്കെതിരെ വിഷം കൊടുത്തതിനും കൊലപാതകത്തിനും അന്വേഷണത്തെ തെറ്റിദ്ധരിപ്പിച്ചതിനുമുള്ള കുറ്റം തെളിഞ്ഞതായി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ VS വിനീത് കുമാർ വാദിച്ചിരുന്നു. ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവും അമ്മാവൻ നിർമ്മലകുമാരൻ നായരും തെളിവ് നശിപ്പിച്ച കുറ്റം തെളിഞ്ഞതായും പ്രോസിക്യൂട്ടർ വാദിച്ചിട്ടുണ്ട്. എന്നാൽ പ്രതികൾ നിരപരാധികളാണെന്നും ജ്യൂസ് ചലഞ്ചിന് മുൻപായി നടത്തിയ പാരസെറ്റമോളിനെ കുറിച്ച് വെബ് സെർച്ച് ഒന്നാം പ്രതിക്ക് പനിയായതുകൊണ്ടാണ് എന്നും പ്രതിഭാഗം വാദിച്ചിട്ടുണ്ട്. ആത്മഹത്യാ പ്രവണതയുള്ള ഒന്നാം പ്രതി ആത്മഹത്യ ചെയ്യുന്നതിനായി പാരാക്വറ്റ് എന്ന വിഷയത്തെക്കുറിച്ച് സെർച്ച് ചെയ്തതാണെന്നും പ്രതിഭാഗം വാദിച്ചിട്ടുണ്ട്. മുഖം കഴുകാനായി ബാത്റൂമിൽ കയറിയ സമയം തിളപ്പിച്ചാറ്റിയ കഷായം ഷാരോൺ രാജ് കുടിച്ച ശേഷം വീട്ടിൽ നിന്നും പോയി എന്നാണ് പ്രതിഭാഗം പറയുന്നത്. അതേസമയം ഈ വാദങ്ങൾ കെട്ടുകഥകളാണ് എന്ന് തന്നെയാണ് വാദിഭാഗം വാദിച്ചത്. ഡിജിറ്റൽ തെളിവുകളുടെയും മെഡിക്കൽ തെളിവുകളുടെയും ഫോറൻസിക് തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ സാഹചര്യങ്ങളും പ്രതികൾക്കെതിരെയുള്ള കുറ്റം പൂർണ്ണമായും തെളിയിക്കുന്നതാണെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. 2022 ഒക്ടോബർ 14 ഷാരോൺ രാജിനെ ഗ്രീഷ്മ വിഷം കലർത്തിയ ശേഷം കഷായ ചലഞ്ച് നടത്തി കുടിപ്പിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. അതായത് കേരളം ഒരുപാട് ഈ വിഷയം ചർച്ച ചെയ്തു. കേസിന്റെ നാൾവഴികളിലൂടെ അന്വേഷണ പരമ്പരകളുമായി മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും ഒക്കെ സഞ്ചരിച്ചു. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട നിരവധി പ്രതികരണങ്ങളാണ് നിയമവിദഗ്ധരടക്കം നടത്തിയത്. ഏതായാലും വരും ദിവസങ്ങൾ ഗ്രീഷ്മയെ സംബന്ധിച്ച് നിർണായകമാണ്. കേസിൽ ഏതായാലും ഗ്രീഷ്മയ്ക്ക് തിരിച്ചടി തന്നെയായിരിക്കും ഉണ്ടാവുക എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന ചർച്ചകൾ. ഏതായാലും നിയമവിദഗ്ധരും ആ വഴിക്ക് തന്നെയാണ് കാര്യങ്ങൾ പ്രവചിച്ചിരിക്കുന്നത്. എന്തായിരിക്കും വിധി എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. നിർണായകമായ മണിക്കൂറുകൾ തന്നെയാണ് കേസുമായി ബന്ധപ്പെട്ട്. ഏതായാലും 2022 മുതൽ ഈ ഒരു 3 വർഷക്കാലം കേസുമായി ബന്ധപ്പെട്ടുള്ള വലിയ വാദപ്രതിവാദങ്ങൾ നിയമ പോരാട്ടം തന്നെയാണ് നടന്നത്. ഏതായാലും ഗ്രീഷ്മ ഷാരോൺ വിഷയത്തിൽ ഷാരോണിന്റെ കുടുംബത്തിന് നീതി കിട്ടുമോ എന്നുള്ളതാണ് കേരളം ഉറ്റുനോക്കുന്നത്. കേസിന്റെ നാൾവഴികൾ ഇങ്ങനെയായിരുന്നു. 2022 ഒക്ടോബർ 14 കേസിനാസ്പദമായ സംഭവം നടന്നത്. ഷാരോണും ഗ്രീഷ്മയും വർഷങ്ങളായി പ്രണയത്തിലായിരുന്നു. ഇതിനിടെ ഗ്രീഷ്മയ്ക്ക് മറ്റൊരു വിവാഹാലോചന വരികയും അത് ഉറപ്പിക്കുകയും ചെയ്തു. ഇതോടെ ഷാരോൺ രാജിനെ ഒഴിവാക്കാനായി ഗ്രീഷ്മ ജ്യൂസ് ചലഞ്ച് ആദ്യം നടത്തി. വിദഗ്ധമായി പാരസെറ്റമോൾ കലർത്തിയ ജ്യൂസ് ഷാരോണിനെ കൊണ്ട് കുടിപ്പിച്ചു. ദേഹാസ്വാസ്ഥ്യമുണ്ടായെങ്കിലും ഷാരോൺ അന്ന് കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. പിന്നീടാണ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഷായത്തിൽ കീടനാശിനി കലർത്തി ഗ്രീഷ്മ ഷാരോൺ രാജിന് കൊടുത്തത്. തുടർന്ന് ദേഹാസ്വാസ്ഥ്യമുണ്ടായ ഷാരോണിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അന്ന് 11 ദിവസം ചികിത്സയിലായിരുന്ന ശേഷമാണ് ആന്തരിക അവയവങ്ങൾ തകർന്നത് ഷാരോൺ രാജ് എന്ന യുവാവ് മരിച്ചത്. അതേസമയം മജിസ്ട്രേറ്റിന് നൽകിയ മരണമൊഴിയിൽ ഗ്രീഷ്മയ്ക്കെതിരെ ഷാരോൺ രാജ് ഒന്നും പറഞ്ഞിരുന്നില്ല. എന്നാൽ സുഹൃത്തിനോടും അച്ഛനോടും ഗ്രീഷ്മ ചതിച്ചെന്ന് ഷാരോൺ രാജ് പറഞ്ഞെന്നാണ് പ്രോസിക്യൂഷൻ വാദം. ഏതായാലും ഷാരോണിന്റെ മരണശേഷം നിയോഗിച്ച പ്രത്യേക സംഘത്തിന് ഫോറൻസിക് ഡോക്ടർ കൈമാറിയ ശാസ്ത്രീയ തെളിവുകളാണ് കേസിൽ നിർണായകമായത്. ശേഷം പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോൾ ഗ്രീഷ്മ തന്നെ കുറ്റം സമ്മതിക്കുകയായിരുന്നു. തെളിവുകൾ നശിപ്പിച്ചതിനാണ് ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെയും അമ്മാവൻ നിർമ്മലകുമാരൻ നായരെയും കേസിൽ പ്രതി ചേർത്തത്. കേരളം ഏറെ ചർച്ച ചെയ്ത കേസിൽ പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കെ ഗ്രീഷ്മ ആത്മഹത്യക്കും ശ്രമിച്ചിരുന്നു. പിന്നീട് 1 വർഷം ജയിലിൽ കിടന്ന ശേഷമാണ് ഗ്രീഷ്മ ജാമ്യത്തിൽ ഇറങ്ങിയത്. 2023 ജനുവരി 25 കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. ഏതായാലും കേരളത്തിൽ വിചാരണ നടത്താൻ കഴിയില്ല എന്ന പ്രതികളുടെ ഹർജി ഹൈക്കോടതി തള്ളിയതോടെയാണ് കുറ്റപത്രം നൽകിയത്. 2024 ഒക്ടോബർ 15 തുടങ്ങിയ വിചാരണ 2025 ജനുവരി 3 അവസാനിച്ചത്. 95 സാക്ഷികളെയാണ് കേസിൽ കോടതി വിസ്തരിച്ചത്. ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദം നേടിയ ഗ്രീഷ്മ 22-ാം വയസ്സിലാണ് കൃത്യം നടത്തിയത്. ഗ്രീഷ്മയ്ക്കെതിരെ പ്രോസിക്യൂഷൻ ഡിജിറ്റൽ തെളിവുകൾ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. വിഷയത്തിന്റെ പ്രവർത്തന രീതി കൊലപാതകം നടത്തിയ ദിവസം രാവിലെ ഗ്രീഷ്മ ഇന്റർനെറ്റിൽ തിരഞ്ഞിരുന്നു. ഇതാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചത്. പാരാക്വറ്റ് എന്ന കളനാശിനിയുടെ
മനുഷ്യ ശരീരത്തിലെ പ്രവർത്തനത്തെ കുറിച്ചും പ്രവർത്തന രീതിയെയും വിഷം അകത്തു ചെന്നാൽ ഒരാൾ എത്ര നേരം കൊണ്ട് മരിക്കുമെന്നാണ് ഗ്രീഷ്മ ഇന്റർനെറ്റിൽ തിരഞ്ഞത്. ഇത് ഗ്രീഷ്മയുടെ ഫോണിൽ നിന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഇതാണ് കോടതിയിൽ സമർപ്പിച്ചത്. ഏതായാലും കേരളം ഈ കേസിലെ വിധി എന്തായാലും അത് ഉറ്റുനോക്കുകയാണ്.